ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുന്ന കേരളത്തിലെ പഞ്ചായത്ത് റോഡുകളുടെ അവസ്ഥയാണ്. കേരളത്തിലെന്ന് പറയാം കേട്ടോ, എല്ലാ ജില്ലയിലും ഇതുപോലെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്ക ജില്ലയിലും ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന എഴുമറ്റൂരിലെ, അതായത് എരുമറ്റൂർ സ്കൂളിൻ്റെ അവിടുന്ന് ഒരു ഷോർട്ട് കട്ടുള്ള റോഡാണ്. ഇവിടുന്ന് ഇതുവഴി നിരവധി വാഹനങ്ങൾ പോകുന്നതാണ്, ഒരു യാത്രക്കാർ പോകുന്ന റോഡാണ്. കണ്ടോ ഈ റോഡിൻ്റെ അവസ്ഥയാണ്. ഈ റോഡിൻ്റെ ഇടത് സൈഡ് നിങ്ങൾ നോക്കിയേ, ഇത് വാട്ടർ അതോറിറ്റിയുടെ ജലനിധി പദ്ധതിക്ക് വേണ്ടി കുഴികൾ ഇട്ടിട്ട് പിന്നെ അവസാനം വെള്ളം വെള്ളം അതായത് ഈ കുഴികളിലൂടെ മുകളിൽ വലിയ ഗർത്തങ്ങളായിട്ട് മാറി. ഇതാണ് അവസ്ഥ. നമ്മുടെ റോഡുകളുടെ മിക്ക പഞ്ചായത്ത് റോഡുകളും ഇതുപോലെ തന്നെയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തും ഇത് എഴുമറ്റൂർ പഞ്ചായത്താണെങ്കിൽ കോട്ടാങ്ങൽ പഞ്ചായത്തിലും ഇതിൻ്റെ ബാക്കിയാണ്. അപ്പം ഉള്ള റോഡ് പോലും ഈ ജലനിധി പദ്ധതി കാരണം നശിപ്പിച്ച് കളഞ്ഞു. അതാണ് അവസ്ഥ. അത് ഒരു പരിധി വരെ ഈ ജലനിധി പദ്ധതി പ്രകാരം ഉണ്ടാകുന്ന പൈപ്പ് സ്ഥാപിച്ചെങ്കിലും ആ പൈപ്പിന് മുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ കോൺക്രീറ്റ് എങ്കിലും സ്ഥാപിച്ചിരുന്നെങ്കിൽ ഇതുപോലെ റോഡ് തകരില്ലായിരുന്നു. പക്ഷേ ഇത് പൈപ്പിട്ടതല്ലാതെ പൈപ്പ് പ്രവർത്തനമായിട്ടില്ല. കുടിവെള്ളം 90% മേഖലകളിലും വെള്ളം സ്ഥാപിച്ചിട്ടുമില്ല. വെള്ളം വെള്ളം സപ്ലൈ ആകുമ്പോഴത്തെ വിതരണം തുടങ്ങിയിട്ടുമില്ല. അതാണ് നമ്മുടെ അവസ്ഥ, ഈ നാടിൻ്റെ അവസ്ഥ. ഒരു കാലത്ത് പോലും ഇതുപോലെ 2-3-4 വർഷമായിട്ട് പഞ്ചായത്ത് റോഡിൻ്റെ മെയിൻ്റനൻസ് പണി നടക്കാത്തൊരു കാലം ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിന് ഫണ്ടില്ലായിരിക്കാം. അത് ജനപ്രതിനിധികളോട് ആരോട് പരാതിപ്പെട്ടാലും പറയുന്നത് റോഡ് നിർമ്മാണത്തിന് ഫണ്ടില്ല എന്നാണ്. കാരണം സാധാരണ ഗതിയിൽ പറയുകയാണെങ്കിൽ റോഡ് നിർമ്മാണത്തിന് ഫണ്ടുണ്ടാകും. കാരണം ഏത് ഫണ്ടാണെങ്കിലും റോഡ് നിർമ്മാണത്തിന് ഫണ്ടുണ്ടായാൽ അവർക്ക് പോലും ജനപ്രതിനിധികൾക്കും പ്രയോജനം ഉണ്ടാകുമല്ലോ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പണികളിൽ ഏതാണ്ട് 60% പണിയെ നടക്കുകയുള്ളൂ. ബാക്കി 40% വേറെ രീതിയിൽ അഴിമതിയായിട്ടാണല്ലോ പോകുന്നത്. ഇപ്പം അവർക്ക് പോലും ഒരു സന്തോഷമില്ലാത്ത, ജനപ്രതിനിധികൾക്ക് പോലും ഒരു സന്തോഷമില്ലാത്ത നാളുകളാണ്. കാരണം റോഡ് നിർമ്മാണം നടക്കത്തില്ലാത്തതുകൊണ്ട്. അതാണ് ഞാൻ ഈ നിങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. ഇത് എൻ്റെ പ്രദേശത്തെ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലെ മാത്രം ഒരവസ്ഥയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള ജില്ലയിൽ ഇതുപോലെ തന്നെയാണ് പഞ്ചായത്ത് റോഡുകളുടെ അവസ്ഥ എന്ന് ഞാൻ നിങ്ങളെ ഇതിലൂടെ കാണിക്കുകയാണ്. ഓക്കെ, അടുത്ത വരും കാലങ്ങളിൽ റോഡ് നന്നാക്കുവാനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ബന്ധപ്പെട്ട പഞ്ചായത്തുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. സൈന റാവുത്തർ, ചുങ്കപ്പാറ, പത്തനംതിട്ട. ഓക്കെ, യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.